സുഹൃത്തുക്കളെ, നിസ്കാരവും നോമ്പും സക്കാത്തും ഒന്നും ഇല്ലാത്ത ഒരാൾ സ്വർഗത്തിലെത്തി. അയാൾ നിങ്ങൾക്ക് കാണണം. 12-ാം തീയതി ഞങ്ങൾ പോകുന്നുണ്ട്. അതായത് ഫെബ്രുവരി 12-ാം തീയതി. മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടാ. ഞാനും ഉണ്ടാവട്ടാ നിങ്ങളുടെ കൂടെ. ഈ ഡേറ്റ് ഒരു സുവർണാവസരമാണല്ലോ. റമദാന്റെ ആദ്യ രാവുകൾ പരിശുദ്ധ മക്കയിൽ കിട്ടുന്നുണ്ടല്ലോ. അതെ, ഏതാനും ദിവസങ്ങൾ കഷ്ടി ഒരു 7 ദിവസത്തോളം മക്കയിൽ നോമ്പ് കാലത്തുണ്ടാവും. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം റമദാനിൽ ഒരു ഉംറ ചെയ്താൽ ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യം നമ്മുടെ ഗ്രൂപ്പ് എവിടുക്കാ പോണത്? മദീനയിലേക്ക്. അപ്പോഴല്ലേ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മദീന യാത്രയും മറ്റുള്ള സിയാറത്തുകളൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ പോകുന്നത്. വ്യാഴാഴ്ച നേരെ മദീനയിൽ പോയി തൊട്ട ദിവസം വെള്ളിയാഴ്ച ജുമാ കിട്ടി. അവിടെ ഒരു 3 ദിവസം നിന്ന് പിന്നെ മക്കയിലേക്ക് പോകുമ്പോൾ മക്കയിലും ജുമാ കിട്ടി. ആ ജുമായ്ക്ക് ശേഷമാണ് നാം മക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്നത്. അപ്പൊ മക്കയിലും ഒരു ജുമാ കിട്ടി, മദീനയിലും ഒരു ജുമാ കിട്ടി. ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഈ യാത്രയിൽ നോമ്പും ഹജ്ജും സക്കാത്തൊന്നും കൊടുക്കാതെ ഒരാൾ സ്വർഗത്തിൽ കടന്നിട്ടുണ്ടെന്ന്. അതാരായിരുന്നു ഉസ്താദ്? അത് ഖദീജ ബീബിയാണ്. ഹിജറ 2-ാം വർഷമാണല്ലോ നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം ഫർളാക്കിയത്. ഖദീജ ബീബി എത്രയോ വർഷം മുമ്പ് ഹിജറ റസൂൽ പോകുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി. പിന്നെ ഖദീജ ബീവി ചെയ്ത പുണ്യം റസൂലുള്ളയാകുന്ന ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ സാരം ഖദീജ ബീവി തീരെ നിസ്കരിച്ചിട്ടില്ല എന്നല്ല. ഇപ്പോഴുള്ള ഈ ശരീഅത്ത്, ഇപ്പോൾ പ്രവാചകൻ കൊണ്ടുവന്ന ഈ നിയമം, ആ നിയമങ്ങൾ അനുസരിച്ച് സക്കാത്തോ നോമ്പോ നിസ്കാരമോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പഴയ കാലഘട്ടത്തിൽ ഇതൊന്നും ഫർളാക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പ്രവാചകനും ഖദീജ ബീവിയും നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ഇന്ന് കാണുന്ന ഈ സക്കാത്ത് വ്യവസ്ഥിതി അത് അങ്ങനെയല്ല എന്നേ ഉള്ളൂ. മറിച്ച് ഖദീജ ബീവിന്റെ മുതൽ മുഴുവനും ദീനിന് വേണ്ടി കൊടുത്തു എന്നാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആശുറാ നോമ്പൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ. നീണ്ട ലീവ് കിട്ടാത്തവർക്കും ജോലി തിരക്കുള്ളവർക്കും ഈ ദിവസം ചുരുക്കാവുന്നതാണ്. അഥവാ ഒരു 10-ാമത്തെ ദിവസം മടങ്ങി വരുന്ന സ്ഥിതിക്ക് മറക്കണ്ട, ഫെബ്രുവരി 12-ാം തീയതി വൈകുന്നേരത്തെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നാം ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് പുറപ്പെടും.